ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണത്. അപ്പൊ വിജിയുടെ നമുക്ക് നേരെ നോക്കാം. നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എവിടേക്കാൻ നോക്കണം ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. ക്യാമറയിലേക്ക് നോക്കി ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും തോന്നുന്നു, പക്ഷെ ഞങ്ങൾക്ക് നേരെ നോക്കി സംസാരിക്കുമ്പോഴാണ് ഓക്കെ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ വിജി പ്രഗ്നന്റ് ആണ്. അപ്പൊ വിജിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓൾറെഡി ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുമ്പോ ഞാൻ അവളുടെ അടുത്ത് ഓരോന്ന് ചോദിക്കാറുണ്ട്. ചേച്ചി എങ്ങനെയാണ്, ഉണ്ണി വരുമ്പോ വേദന ഉണ്ടായിരുന്നോ, അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതെ, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ കുറെ പേര് കുറെ ഡൗട്ടുകളും ചോദിക്കാറുണ്ട്, എന്താണ് അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ നിസ്സാര കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും ചോദിക്കാം. പിന്നെ അവൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാലോ എന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനും 5 ക്വസ്റ്റ്യൻ, വലിയ കാര്യമായിട്ടുള്ള ആഴത്തിലെ കേസുകളൊന്നും അല്ല കേട്ടോ. അതെ, ഞങ്ങൾക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് പറയേണ്ടത് നിങ്ങളായിട്ട് വെറുതെ ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോട്ടാ. ഇപ്പൊ നീ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞില്ലേ? പ്രഗ്നന്റ് ആയി, അത് ഇങ്ങനെ കണ്ടപ്പോ എന്തായിരുന്നു നിന്റെ മനസ്സിലുണ്ടായിരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിണ്ടാവുക? അല്ലെങ്കിൽ ഇതിപ്പോ ആരോടെങ്കിലും പെട്ടെന്ന് പറയണം എന്നോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലൊരു ഇതുണ്ടാവില്ലേ, അയ്യോ ഒരാള് വരാൻ പോവാണ്, അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവില്ലേ? എന്തൊക്കെ ചിന്തിച്ചേ? കാരണം ഇത് അറിഞ്ഞ വശം എനിക്ക് തോന്നിയത്, ഇപ്പൊ ഒരാളല്ല നമ്മുടെ ശരീരത്തിൽ, ഇപ്പൊ ഒരാളല്ല ഒരാളും കൂടി ഉണ്ടല്ലോ. അതിപ്പോ എന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടുകാര് ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണ്. ഇത്തിപ്പോൾഡാണ് ഞാൻ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും ഇവരൊക്കെ ഭയങ്കര കൊഞ്ചിച്ചിട്ട് എന്നെ ഇതാക്കിയത്. അതായത് ഞാൻ ഒരു കുട്ടിയുടെ പോലെയാണ് ഇവർക്ക്. ഇവരെന്നെ വളരെ എന്നൊരു ഏജ് വരെ ഞാൻ പറയാലോ ഷഡ് ഇട്ടിട്ടാണ് നടന്നത്. കാരണം ഇവർക്ക് അതാണ് ഇഷ്ടം. ഞാൻ ഡ്രസ് ഇടുന്നത് ഇഷ്ടല്ല. ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഊരിക്കളയുന്നത് നടത്തും. പിന്നെ വളരെ മോഡേൺ ആയിട്ട് കുട്ടി ഡ്രസ്സുകൾ മാത്രം ഇട്ട് നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോഴാണ് ഈ ചുരിദാർ. പിന്നെ ഒരു ടൈം ആയപ്പോ പിന്നെ ഞാൻ ഷിമ്മെങ്കിലും ഇടാൻ സമ്മതിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ കുഞ്ചിച്ച് വളർന്നു, നല്ല രീതിയിൽ കുഞ്ചിച്ച് വളർത്തിയ അങ്ങനെ ഒരാളാവും. അങ്ങനെ ഒരാള് ഒരു അമ്മ എന്നുള്ള രീതിക്കൊക്കെ എത്തുമ്പോ എന്താണ് അത്, എന്താ പറയാ, നമുക്ക് പെട്ടെന്നൊരു സന്തോഷമാണെങ്കിലും പെട്ടെന്നൊന്ന് ഞാനിങ്ങനെ എന്റെ ഒരു കുട്ടീനെ നോക്കണം അങ്ങനെയുള്ളൊരു ഇത്, അതായത് ഒരാളും കൂടി ഉണ്ട് വൈകില് എനിക്ക് ഒരിക്കലും എന്താ പറയാ ഇതൊരു എന്താ പറയാ പറ്റണില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും സത്യം പറയാലോ വിജയുടെ ചെറുപ്പക്കാലം മാത്രമേ മനസ്സിലുള്ളൂ. ഇപ്പൊ ഈ ഒരു ടൈം +1 +2 ഇതൊന്നും എന്റെ മനസ്സിലൊട്ടുമില്ല. എനിക്ക് എപ്പോഴും ചെറുപ്പത്തിൽ സൈക്കിളിൽ നിന്ന് വീണതും വിജയനെ നോക്കിയതും ഇവ കാര്യങ്ങൾ മാത്രം മനസ്സിലുള്ളൂ. എപ്പോഴായാലും ഇപ്പൊ ഒരു മുകളിൽ കിടക്കുകയാണ്, താഴെ വിജി കിടന്നുറങ്ങുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം ചിന്തിക്കുമ്പോ വിജി താഴെ കിടന്നുറങ്ങാണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടല്ലോ, അപ്പൊ പോലും വിജി കുഞ്ഞിതാ. അങ്ങനെയാണ് എന്റെ മനസ്സില്. അപ്പൊ പിന്നെ അവള് അമ്മയാവുക എന്ന് പറയുമ്പോ അതന്നെ എനിക്കും. അപ്പൊ ഞാൻ അത്രയും നാള് ഞാൻ കുഞ്ഞു കുട്ടി എന്നുള്ള രീതിയില് മൊത്തത്തിൽ എന്റെ ചുറ്റും ഞാൻ ഒരുപാട് പേരായിട്ട് ക്ലോസ് ഉള്ള ആളല്ല. അപ്പൊ ഞാൻ ആ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കുഞ്ഞു കുട്ടീനെ ഞാൻ എന്നും മെസ്സേജ് അയക്കും, എല്ലാവരും എന്നും വിളിക്കാം, അങ്ങനത്തെ ഒരാളല്ല. എന്റെ ചുറ്റുമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരുള്ളൂ ക്ലോസ് ആയിട്ട്. അവരെന്നെ നന്നായിട്ട് കുഞ്ഞു കുട്ടീനെ പോലെയാണ് കെയർ ചെയ്യുന്നത്. അങ്ങോട്ട് പോയിരുത്തിട്ട് അത് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരാ. അപ്പൊ അവരുടെ ഇടയിൽ ഞാനൊരു ഗർഭിണിയായിട്ട് നടക്കാന്ന് പറയുമ്പോ അതെനിക്ക് അപ്പൊ അങ്ങനെയുള്ള ഒരു പക്ഷെ ഇവിടെ ചേട്ടാ, അതായത് ചായ ഇങ്ങനെ കൊണ്ടെത്തിക്കും, വെള്ളം ഇങ്ങനെ കൊണ്ടെത്തിക്കും, എല്ലാം ഇവിടെ ഇങ്ങനെ കൊണ്ടെത്തിക്കും, എല്ലാം അതായത് മുറ്റത്തേക്ക് എത്തിക്കെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുണ്ട് കെയർ ചെയ്യാത്ത പാരന്റ്സും ഉണ്ട് പ്രഗ്നന്റ് ആയി പറയുമ്പോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ ഇതില്ലാണ്ട് കല്യാണം കഴിച്ച് പോയിട്ട് അതായത് ഭർത്താക്കന്മാരെ വീട്ടിൽ നോക്കും, പക്ഷെ അവര് എന്താ പറയാ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോ വയ്യാണ്ടായാലും ഇരിക്കുക, അതൊക്കെ ചില വീടുകളിൽ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയി ഒരു കെയറും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ പേരൻസ് സ്വന്തം വീട്ടുകാരെ പോലെ മറ്റുള്ളവരെന്തായാലും നോക്കിന്ന് വരില്ല. അങ്ങനെ പിന്നെ ഇതായിരുന്നു ഒരിത്. ഒരാൾ ഞങ്ങൾ 2 പേരുണ്ട് ഒരു ശരീരത്തിൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതാ. ഇങ്ങനെ ഈ എക്സ്പ്ലെയിൻ ചെയ്യാന്നറിയില്ല. അതായത് ഇത്ര നാൾ കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ഒരു അമ്മയാവാൻ പോവാണോ, അങ്ങനത്തെ ഒരു ഇത്. ഞാൻ ചോദിക്കട്ടെ? എന്താ ചോദിക്കാൻ? ശിവുവിന്റെ ഫസ്റ്റ് എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, വിജിക്ക് ഇങ്ങനെ കിക്കൊക്കെ കിട്ടി തുടങ്ങിയോന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു 17 വീക്ക് 18 വീക്ക് ആവട്ടെ വിജി, ടൈം ഉണ്ട്, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ആ ഒരു ഫീൽ
എന്താ ചേച്ചിക്ക് തോന്നിയത് ഫസ്റ്റ് അത് എന്നറിയോ ഇതാണ് ക്വസ്റ്റ്യൻ, ശിവുവിന്റെ ഫസ്റ്റ് കിക്ക് എപ്പോഴായിരുന്നു? അതേപോലെ തന്നെ അത് അറിഞ്ഞപ്പോ ആദ്യമായിട്ട് നമുക്കൊരു കുട്ടി ഇങ്ങനെ തട്ടെന്ന് പറയുമ്പോ സെക്കൻഡ് പ്രഗ്നൻസി അല്ലല്ലോ, ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ, കിട്ടാന്ന് പറയുമ്പോ എന്തായിരുന്നു ഫീല്? എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് മെയിൻ ആയിട്ട് എത്ര മാസം കിട്ടിയേ? 5 മാസത്തോട് കൂടിയിട്ടാണ് കൊണ്ട് കിട്ടിയത്. എനിക്ക് വെച്ചാൽ വലിയ ഓർമ്മകളൊന്നും അങ്ങനെ ഇതല്ല. പക്ഷെ എനിക്ക് എന്റെ ഒരു ഓർമ്മയിലുള്ളതെന്ന് വെച്ചാൽ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്റെ മനസ്സിൽ നല്ല ഓർമ്മയായിട്ട് നിൽക്കണേ. അപ്പൊ അവള് 5-6 മാസത്തോട് കൂടിയിട്ടാണ് ചവിട്ട് കിട്ടാൻ തുടങ്ങി. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ട് കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അനക്കണ്ടോ നമുക്കറിയാൻ പറ്റണല്ലോ. അപ്പോ നല്ല സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തള്ളുകയാണല്ലോ. അത് ഞാൻ വിജയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുമ്പനായിരിക്കണം, കുറുമ്പത്തി ആയിരിക്കണം, നല്ലോണം ആക്റ്റീവ് ആയിരിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവർക്കാണ് ആൺകുട്ടി ആവണം എന്നുള്ള ആഗ്രഹം. അപ്പൊ എന്താ പറയാ, നന്നായി കിക്ക് ചെയ്യുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സ്കാനിങ്ങിനൊന്നും ഇരിക്കാനേ പറ്റില്ല. ഞാൻ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ മൂടിയിരിക്കും, ചവിട്ടിയിട്ടേ അത്ര നേരം നമ്മളൊന്ന് നോക്കുമ്പോ ഉണ്ടാവില്ല. എങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയ വല്ലോടത്തൊന്ന് ഇരുന്ന് കഴിഞ്ഞ് തുടങ്ങും ചവിട്ടി ആകെ ഇതാക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം. ഇനിയിപ്പോ ഉണ്ണിയുടെ ഇനി അറിയാൻ പറ്റും, കുറച്ചൊക്കെ ഇനി കാണാനും അറിയാനൊക്കെ പറ്റും. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മെമ്മറീസ് ഒക്കെ ഞാൻ അപ്പൊ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഉണ്ണിയുടെ അറിയാം വരുമ്പോ. ഫോണിലെടുത്ത് ഇത് ചേട്ടൻ പറയണമെന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. സ്കാനിങ് കാണാം. സ്കാനിങ് ഇപ്പൊ എനിക്ക് സ്കാനിങ്ങിന്റെ മൂവ്മെന്റ്സ് ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഫസ്റ്റ് സ്കാനിങ് പോയതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഗോപിക സ്കാനിങ് സെന്റർ ആണ് കേട്ടോ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയിഡുള്ള കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ മാസ്ക്, അന്ന് കൊറോണ ടൈമാ, മാസ്ക് വെക്കുമ്പോ എനിക്ക് ശ്വാസം മുട്ടും നന്നായിട്ട്. എനിക്ക് ഒട്ടും പറ്റില്ല. അത് വെക്കുമ്പോ ഭയങ്കര അസ്വസ്ഥതയും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിങ്ങനെ താഴ്ത്തി കേൾക്കും, ശ്വാസം വലിക്കും, കയറ്റി വെക്കും, ഇങ്ങനെയായിരുന്നു. എന്നിട്ട് തന്നെ നല്ല ചീത്ത പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കില്ല പൊക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സോറി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. കാരണം ഇതൊന്ന് അറിയാൻ വല്ല കുഴപ്പമുണ്ടോ എന്താ, ഫസ്റ്റ് സ്കാനിങ് അല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ആകെ എന്തോ പോലെ ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ എവിടെയൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടോ അവിടെ ഒന്നും എനിക്ക് കുട്ടീനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചേട്ടന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യാൻ പോയിട്ട് നിനക്ക് ഉണ്ണിനെ കാണാൻ പറ്റിയില്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതെന്തായിരുന്നു അപ്പൊ കണ്ടപ്പോ ഉള്ള ഒരു എന്താ പറയാ, കണ്ടപ്പോ എന്തായിരുന്നു തോന്നിയെന്ന്. എനിക്ക് എപ്പോ ആദ്യത്തെ ഇതിലൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എപ്പോഴും കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം പോലെയാ. എന്താ പറയാ, എന്തൊരു സങ്കടം പോലെ നമുക്ക് എന്താ അത് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞപ്പോ ഞാനും കരഞ്ഞു. ഇങ്ങനെ നമ്മള് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ അതിലിങ്ങനെ കാണാം ചെറുതായിട്ട്, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ വീഡിയോസിലൊക്കെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ഏകദേശം രൂപം, 6 വീക്കിൽ ഇത്ര ഇങ്ങനെയൊക്കെ രൂപം ഉണ്ടാവുള്ളൂ, കയ്യും കാലൊന്നും അധികം കാണില്ല എന്നൊക്കെ അറിയാം. അപ്പൊ 6 വീക്കിൽ നമുക്ക് എന്ന് വെച്ചാൽ എന്റെ ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, അവർക്ക് കാട്ടിത്തരും. ഇതാട്ടാ ഉണ്ണിട്ടാ അതിനെ കാണാട്ടാ, ഹാർട്ട് ബീറ്റ് ഇതാട്ടാ, ഹാർട്ട് ബീറ്റ് കേക്കാട്ടാ, ഇതാണ് ഹാർട്ട് ഇട്ടാ, ഇതാണ് ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, അങ്ങനൊക്കെ അവർ ഇങ്ങോട്ട് കാട്ടിത്തരും. അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ച് ഇമോഷണൽ ആയത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് കണ്ട ഒരു മൊമെന്റ് ഉണ്ട് സ്കാനിങ്ങിന്റെ ഇത് ഒരുമിച്ച്. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഒരുമിച്ച് കാണുകയാണ് ഉണ്ണി അനങ്ങണത്, കൈ അനക്കണത്, അതോ 9ാമത്തെ ആഴ്ചയിൽ കൈ അനക്കണത്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയും, ഇതാ കൈ അനക്കണു, ഇതാ അങ്ങോട്ട് തിരിയണു, ഇതാ കൊച്ചുരുട്ടി ഇങ്ങനെ പിടിക്കണു. അപ്പൊ ഡോക്ടർ അപ്പൊ പറയുമ്പോ നമുക്കുള്ളൊരു നമ്മൾ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി ചിരിക്കണം. അയ്യോ ഇവിടെ കുട്ടി അനങ്ങണു, അതൊരു എനിക്ക് സങ്കടമായിരുന്നു ആ ഒരു ഇത്. അങ്ങനെ പിന്നെ അപ്പൊ തന്നെ വീഡിയോ അയച്ചു കൊടുക്കുക പറഞ്ഞു. അപ്പൊ സാഗരേട്ടന്റെ ഫോണിൽ നിന്ന് എനിക്ക് എല്ലാ വീഡിയോസ് ഒക്കെ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചിക്ക് അയച്ചു കൊടുത്ത വശന്നെ ചേച്ചിക്ക് ആകെ ഭയങ്കര സങ്കടം, കരച്ചിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ശിവുവിന് കാണിച്ചു കൊടുത്തു, കുഞ്ഞുവാവയ്ക്ക് കാണിച്ചു കൊടുത്തു. കുഞ്ഞുവാവന്ന് പറഞ്ഞിട്ട് ശിവുവിന് കാണിച്ചു കൊടുത്തു. അച്ഛനമ്മയ്ക്ക് നല്ല സന്തോഷായി. ഒരു ഭാഗ്യല്ലേ നമുക്ക് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ആക്കിയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിവിയിലിട്ട് കാണുക, അങ്ങനെയൊക്കെ ഭയങ്കര മെയിനായിട്ട് സങ്കടം പോലെയായിരുന്നു. അതെ,
കണ്ടോ, അതായത് സന്തോഷത്തിന്റെ സങ്കടം. അതെ, ശരിക്കും ഒരാളിങ്ങനെ കൈയിട്ട് കാലിട്ട് ഇങ്ങനെ ആക്കുക, തിരിഞ്ഞു കിടക്കുക, അങ്ങോട്ട് കിടക്കുക, ചുരുണ്ടുകൂടി കിടക്കുക, ആരോഗ്യത്തോടെ കൂടിയിട്ട് കിട്ടിയാൽ മതി ഒരു പ്രാർത്ഥന മാത്രമുള്ള. ഞാൻ ബിന്ദുവിനോട് എപ്പോഴും ചോദിക്കും, നീ ഇത്രയും 9 മാസം ഇത്രയും സ്കാനിങ്ങുകൾ കഴിഞ്ഞിട്ട് ഒരെണ്ണം പോലും അവർക്ക് കാട്ടിത്തരാൻ നീ അങ്ങോട്ട് ചോദിച്ചില്ലേ? ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഇതൊന്നും വലിയ കാരണം ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നുമില്ല, കൊറേ വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ട് കാണാൻ പറ്റുന്നുള്ളത്, കൂടുതൽ അറിവുകളൊക്കെ അന്ന് അത്രക്കൊന്നും ഇല്ല. ഞങ്ങക്ക് ഫസ്റ്റ് പേയ്മെന്റ് വന്നത് തന്നെ യൂട്യൂബിന്റെ ശിവു ജനിച്ച ദിവസമാണ്. അപ്പൊ അതിന് മുമ്പ് അറിയാലോ, അപ്പൊ പൈസ ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. വീഡിയോസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ടിക്ടോക്ക് നിൽക്കണേക്കാൾ മുമ്പേ ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ വീഡിയോസ് യൂട്യൂബിൽ ഇട്ട് തുടങ്ങാറുണ്ട്. അങ്ങനെ ചോദിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെലിവറി പെയിൻ എങ്ങനെ ഉണ്ടായി? എന്നെ കൊണ്ടൊക്കെ സഹിക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല, ഞാൻ അങ്ങനെ പറയില്ല കേട്ടാ. എന്നുവെച്ചാ ഞാൻ എല്ലാവർക്കും ഒരുപോലെ ആവില്ലേ പെയിൻ എന്ന് പറയുന്ന സംഭവം. ചിലപ്പോ ഇവൾക്ക് സിമ്പിളായിട്ട് ചിലപ്പോ പെയിൻ വന്നു അപ്പൊ തന്നെ പ്രസവം കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി വരും. എനിക്ക് പിന്നെന്താ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് വരണം, അത് മാത്രം ചിന്തിക്കണേ. പെയിനൊക്കെ എങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കും. ബിന്ദുവിന് വേദന എടുത്തിട്ട് മുടിയൊക്കെ ചുരുട്ടി ഇവിടെ ജടയാക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേദന സഹിക്കാൻ പറ്റാണ്ട് ഈ ഒരു ഭാഗം ഫുള്ള് ജടയായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് വിട്ടു ഇവിടെ വന്നിട്ട് ഞാൻ മറന്നു. കാരണം ആ ഒരു ടൈമിൽ മുടി ചെയ്യാനോ ഇതിനൊന്നും പറ്റിയ സാഹചര്യം ഒന്നും ആയിരുന്നില്ല. 2 ഭാഗത്ത് പിന്നിടില്ലേ? ഞാൻ ഒറ്റ ഭാഗത്ത് പിന്നിട്ട്, ഒറ്റ ഭാഗത്ത് പിന്നെ ഇട്ടുണ്ടായിരുന്നു. ഒറ്റ ഭാഗത്തിന്റെ കൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടു. അത് 2 ഭാഗത്ത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇട്ടു ബാക്കിൽ ഒരു ഭാഗത്തൊന്നുകൊണ്ട് പിന്നെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് പെയിൻ വന്ന് കിടക്കണ സമയത്ത് അമ്മേനെ മൂക്കുത്തി വരാൻ വേണ്ടി വിളിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു കടന്നു ഉണ്ട് പാവുണ്ട്. അപ്പൊ അമ്മ പൊക്കോ 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 എന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിട്ടു. ഡെലിവറി റൂമില് അതായത് വരിവരിയായിട്ട് ഓപ്പറേഷൻ മറ്റേ തിയേറ്ററിൽ കയറ്റുമ്പോ അവിടെ കയറി കഴിഞ്ഞ പിന്നെ ഓരോരോ ഇതില് അപ്പൊ വാർഡുകള് പോലെ ഒരു വാർഡുകള് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കിടക്കും. പ്രസവിക്കണ ആളിനെ വേറെ റൂമിലേക്ക് നാളതൊന്നും ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ കിടക്കുക. എല്ലാവർക്കും അറിയാം, പ്രസവിച്ച ആൾക്കാർക്ക് അറിയാലോ. അപ്പൊ എനിക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ കുറച്ച് പ്രശ്നമായിരുന്നു പറഞ്ഞു. കാരണം 14 പേര് 12 പേര് അങ്ങോട്ട് ഒരുമിച്ച് ഇരിക്കണത് ഇങ്ങനെ പുറത്ത് വരാന്തയില് പ്രസവിക്കാനായിട്ട് പാരന്റ്സിന്റെ കൂടെ ഇങ്ങനെ നിക്കുക. പാരന്റ്സ് അല്ല, അവരുടെ അമ്മയുടെ കൂടെ ഇങ്ങനെ നിക്കുക. അപ്പൊ എല്ലാരും കേറി തലേദിവസം 3 മണിക്ക് തലേദിവസം തുടങ്ങിയതാണ് ഓരോരുത്തരുടെ കയറ്റല്. മൊത്തം 14 പേര് അങ്ങോട്ടാണ് ഇരിക്കണത് വെയിറ്റിങ്ങിൽ. അപ്പൊ ഓരോരുത്തരായിട്ട് കേറുന്നുണ്ട്, പെയിൻ വന്ന് കേറുന്നുണ്ട്. പിറ്റേ ദിവസമായിട്ടും ഇവളുടെയും എല്ലാവരുടെയും ഡെലിവറി എല്ലാവരും പോയി. ലാസ്റ്റ് ഒരു ചേച്ചി സ്നേഹ, ഇപ്പോഴും ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നിട്ടില്ല. ആ ചേച്ചി ഇവള് മാത്രമായി 14 പേരിൽ ഈ 2 പേര് മാത്രമായി. നമ്മളുടെ ടെൻഷനൊന്നും ആലോചിക്കേ. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആണ് ശിവ ജനിച്ചത്. ബ്ലഡ് പോയത് അതിന്റെ ഇടയിൽ കൂടെ ഇവൾക്ക് എന്തോ ട്യൂബ് അങ്ങോട്ട് ഇട്ടിട്ട് ഇവളുടെ അടുത്ത് നടക്കാൻ എന്തൊക്കെ പറഞ്ഞു. ഇവള് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എന്തോ ഉണ്ടായിട്ട് ബ്ലഡ് പോയി ഇവിടെ ആകെ. ഭയത്തിന് ഞങ്ങളുടെ കുറെ വെള്ള തുണി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ വേഗം തുടച്ച് ഇതാക്കി. അപ്പൊ ഞാൻ കുട്ടി ഇറങ്ങിയ കാരണം കൊണ്ട് ഒരു സംഭവം ഉള്ളിലേക്ക് കയറ്റി വെക്കും. അതാണ്. അപ്പൊ വിജിക്ക് എന്തായാലും ഞാൻ എന്താ പറയാൻ വന്നേന്നറിയോ, ശിവു ജനിച്ചത് എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് പറയാൻ കാരണം ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ചൊരു ദിവസം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഡെലിവറി ആരുടെയും ബന്ധുക്കളുടെ ആയാലും ഇവരുടെ ആയാലും അങ്ങനെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ള ഒരു പരിചയം ഇല്ല. നമ്മളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആരുടെയും ഡെലിവറി അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അങ്ങനെ അമ്മയ്ക്ക് ടെൻഷൻ കൂടുതലുള്ള ആളാ. അപ്പൊ ഒരു ധൈര്യത്തിന് പറയുന്നുള്ളൂ. അപ്പൊ എല്ലാരും കേറി കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന സ്നേഹ എന്നാണ് എന്റെ ഓർമ്മ. ചേച്ചിയുടെ ഓപ്പറേഷൻ ആക്കി. ഇത്രയും വേദന അനുഭവിച്ചിട്ട് ഓപ്പറേഷൻ ആക്കി. ഇവളുടെ ഓപ്പറേഷൻ ആക്കൂ, പിന്നെ ഓപ്പറേഷൻ ആക്കി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അതൊക്കെ ആലോചിച്ച് ടെൻഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തൈറോയിഡ് ഉണ്ടാവും, വേറെ വല്ല പ്രശ്നം ഉണ്ടാവും. കാരണം കുറെ കുട്ടികൾ അവിടെ കെടുത്തുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ, 3-4 ദിവസം കഴിയുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ വല്ല പ്രശ്നം ഉണ്ടാവുമോ, കുട്ടിക്ക് മഞ്ഞക്കളർ ഉണ്ടാവും, ഇതൊക്കെയായിരുന്നു പേടി. പക്ഷെ അതൊന്നും പ്രശ്നം ഉണ്ടായില്ല ഭാഗ്യത്തിന്. അങ്ങനെ അപ്പൊ ഇതിപ്പോ പറയാമെന്ന പെയിന്റെ കാര്യം. പെയിൻ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല പെയിനൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ചിന്തിക്കണ്ട. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദന കഴിഞ്ഞ് പിന്നെ പ്രസവിക്കും മുന്നീനെടുക്കുമ്പോ ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല.
അത് ഞാൻ പറഞ്ഞില്ല നിന്റെ അടുത്ത്, ഉണ്ണീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അതിനിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പെയിനൊക്കെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നല്ല സന്തോഷമാവും നമുക്ക്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടീനെ ബാക്കിയുള്ളവരൊക്കെ എടുത്ത് നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ എടുത്ത് എല്ലാവരും കൊഞ്ചിക്കനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്ന് അറിയും. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുട്ടുവിൻ്റെ കേസായിരുന്നു. അവന് കാണാൻ പറ്റില്ല, അവനാണ് നടത്തില്ലല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് അവനൊരു ഇത്തിരി നേരം കൊണ്ട് വരാനും ഉണ്ണിനെ കാണാനെ പറ്റി ജോലിക്ക് പോയിരിക്കുന്ന ടൈമായ കാരണം നമുക്ക് വിജയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു പെയിൻ, നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ഉറക്കു വിളിച്ച് കരയായിരുന്നു ഞാൻ. അമ്മേ ഓരോരുത്തർ കരയണ സൗണ്ട് ഇങ്ങനെ കരയുമ്പോൾ ഞാൻ ദൈവം ഇത് എന്തുട്ടത് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു 3 മണിക്ക് മോൾക്ക് വേദന വരും ഇട്ടാവെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. എന്തായാലും വരുന്നു പ്രസവിച്ചിട്ട് പോവുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പക്ഷെ എൻ്റെ അടിപൊളി ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സൂപ്പർ ഡോക്ടറായിരുന്നു രമേശ് ഡോക്ടർ. എന്റെ ഡോക്ടർ കൈ ഞാൻ പിടിച്ചു, വേദന സഹിക്കാൻ പറ്റാണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സമയം തന്നെയായിരുന്നു, പെയിന് ഉണ്ടെങ്കിൽ പോലും. എന്നാലും അതെല്ലാം നല്ല പോലെ കഴിഞ്ഞു, നോർമലായി ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ പോട്ടോ. ഇനി ഇപ്പൊ നമ്മള് സൈമറിൽ കാണിച്ചില്ലേ, അപ്പൊ നീ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ലേ സൈമർ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഹോസ്പിറ്റൽ എന്തോ ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നെ, മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് ഹോസ്പിറ്റലിലേക്ക് എപ്പോഴാ പോവാ? നമുക്ക് അസുഖമായിട്ട്, ചിലപ്പോ മനസ്സിനോ ശരീരത്തിനോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട്, ഇത് ഏതെങ്കിലും ഓപ്ഷനിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. ആ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് അവിടെ നമുക്ക് നല്ലൊരു സർവീസ് അല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെ വൃത്തിയില്ല, ഹൈജീൻ്റെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് നല്ലൊരു റൂം തരുന്നില്ല, അവിടെ വെള്ളം ഇല്ല, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ നമുക്ക് കെയർ കിട്ടേണ്ട സമയമാണ്. നമുക്കൊരു ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ നമുക്ക് കെയർ കിട്ടേണ്ട സമയമാണ്. ആ നമ്മൾ കെയർ അന്വേഷിച്ച് പോകുന്ന സ്ഥലത്ത് നമുക്ക് ആ കെയർ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഞാൻ ഗൂഗിളിലാണ് ഹോസ്പിറ്റൽ, ഞാൻ ചേച്ചിയുടെ അടുത്തും പറഞ്ഞിട്ടായിരുന്നു, ചേച്ചി ഹോസ്പിറ്റലിൽ ഞാനത് ആദ്യമേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ, സൈമറിൽ കാണിക്കിട്ടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു നിനക്ക്. അപ്പൊ ഗൂഗിളിലാണ് ഞാൻ സെർച്ച് ചെയ്യണം ഓരോ ഹോസ്പിറ്റല്. പേര് പറയണില്ല, എന്തിനാ അത് പറയണേ. അപ്പൊ ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് റിവ്യൂ നോക്കുമ്പോ നമ്മളുടെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ, 100 പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കേട്ടാൽ നമ്മളുടെ മൈൻഡ് ഒരു ഇതാവും. അപ്പൊ ഓരോ ഹോസ്പിറ്റലിൽ കേൾക്കുമ്പോ ഒരാൾ പറഞ്ഞത് ഫാർമസിയിലെ സ്റ്റാഫ് ഭയങ്കര മോശമാണ്, മൈൻഡ് ചെയ്യില്ല, അവിടെ നേഴ്സുമാർ ഭയങ്കര മോശമാണ്, ബാത്റൂമിൽ വെള്ളമില്ല, ബാത്റൂമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, റൂമിൽ ഫാനില്ല, ജനലില്ല, വാതിലിന് കുറ്റിയില്ല, ഇതൊക്കെയാണ് കാണുന്നത്. റാൻഡം ആയിട്ടുള്ള ഒരു 5-6 കമന്റ്സ് ആയിരിക്കും അങ്ങനെ. എന്നാലും നമുക്ക് ആ ഒരു ഇത് വരുമോ എന്നുള്ളൊരു ഇതാണ്. അപ്പൊ ഇങ്ങനെ കുറെ നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഈ ഹോസ്പിറ്റൽ വേണ്ട. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ പറഞ്ഞത് ഡോക്ടർ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോ ആ ഹോസ്പിറ്റൽ, അങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റാൻഡം ആയിട്ടൊരു ചേച്ചിയുടെ ഡെലിവറി വീഡിയോ സൈമറിൽ കണ്ടു, ഹസ്ബൻഡിനും കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങള് ചർച്ച ചെയ്തു സൈമർ ആക്കിയാലോ എന്ന്. അപ്പൊ ഞങ്ങൾ അവിടേക്ക് എൻക്വയറിക്ക് പോയി, ഹോസ്പിറ്റലൊക്കെ കണ്ടു, റൂമുകൾ കണ്ടു. ഇതുവരെ എനിക്കിപ്പോ 4-ാം മാസമായി, ഇതുവരെ എനിക്ക് വളരെ നല്ലൊരു സർവീസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ നല്ലൊരു സർവീസ് കിട്ടിയിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് തോന്നിയിരിക്കുന്നത് ട്രിനിറ്റിയാണ്, എൻ്റെ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ. എന്ത് നമുക്ക് ഇതുണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നാൽ അവർ നമ്മളെ ഫോൺ വിളിച്ച് പറയും ഇങ്ങനെയാണ് കാര്യങ്ങള്, ഇന്ന ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ ഫോൺ വിളിച്ച് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു നമുക്കിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ ഒരു കടയിലേക്ക് ആയാൽ പോലും പോകണം എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ നമ്മുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അടുത്ത അമ്പലത്തിൽ പോയപ്പോ ഒരു ചായക്കടയിൽ പോയപ്പോ എന്തൊരു ഇതായിട്ട് സംസാരിക്കണത്, ആദ്യം അവർക്ക് കൊടുക്കട്ടെ എന്നത് നിങ്ങക്ക് തരാം, അങ്ങനത്തെ ഒരു രീതിയില് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർ വരുമ്പോ അവരോടൊക്കെ അങ്ങനെ രീതിയിൽ സംസാരിക്കണം. പിന്നെ ശിവുവിനോടൊക്കെ നല്ല കുഴപ്പമില്ല സംസാരിക്കും. നമ്മളുടെ അടുത്ത് ഞങ്ങള് ഹോട്ടലിൽ ചെന്ന വെച്ചാൽ ഓർഡർ പറഞ്ഞപ്പോ പറഞ്ഞു ആദ്യം അവർക്കൊന്ന് കൊടുക്കട്ടെ എന്നിട്ട് തരാം, നമ്മള് ഫ്രീ ആയിട്ട് ചെന്ന് ചോദിക്കണ പോലെ. അപ്പൊ അങ്ങനെയുണ്ട് കുറച്ച് പേര്. വേറെ ഹോസ്പിറ്റൽ എന്റെ ഓപ്ഷനിൽ ഇല്ല എനിക്ക്. ചോദിച്ചോ കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും തൃശ്ശൂർ നല്ല ഹോസ്പിറ്റലുകൾ തോന്നിയിട്ടുണ്ട്, നല്ല സർവീസാണ്, സ്റ്റാഫുകളുടെ നല്ല വൃത്തിയുണ്ട്, പിന്നെ നല്ല ഡോക്ടർമാരാന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ. ചിലപ്പോ എന്റെ കണ്ണില് പെടാണ്ടാവും, ചിലപ്പോ ഇനി വരുന്ന ആരെങ്കിലും ഉപകാരം ആയാലോ. അപ്പൊ സൈമർക്ക് നല്ല അടിപൊളി ഹോസ്പിറ്റൽ കേട്ടോ. അതെ, അമ്മ അല്ലാതെ
അതന്നെ. അമ്മ ആവുന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വന്നോ ലൈഫിൽ? കാരണം എന്താ പറയാ, നമുക്ക് പണ്ടത്തെ ലൈഫല്ല, ഇത്രയും നാള് ജീവിച്ചിരുന്ന പോലെയല്ല. കുറച്ച് എന്റെ ചേഞ്ച് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുമ്പോൾ തന്നെയാ എന്ന് വെച്ച് കഴിഞ്ഞാലേ അതായത് സെക്കൻഡ് അല്ലല്ലോ, ഫസ്റ്റ് പ്രഗ്നൻസി അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ ഉറക്കം, മെയിൻ ഉറക്കം പോയി. പിന്നെ നമ്മളുടെ ദിനചര്യകളിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരികയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുക പുലർച്ചയ്ക്കൊക്കെ, എല്ലാം അവസ്ഥ തന്നെ കേട്ടോ. പുലർച്ചയ്ക്കൊക്കെ ആവും ഉറങ്ങുക, പുലർച്ചെ പിറ്റേ ദിവസം ഉറങ്ങുക. ഒരു ദിവസമാണ് ശിവു രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ടുള്ളത് ജനിച്ച സമയത്ത്. ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബാക്കി ഒരൊറ്റ ദിവസം അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് രാവിലെ ഉറങ്ങണമെന്ന് ഇപ്പൊ വീട്ടുകാർ പറയും, കുട്ടി രാവിലെ ഉറങ്ങണ്ട്, നീ കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ ഉറക്കം വരും. നമുക്ക് ഉറക്കം വരില്ല. ആ സമയത്ത് നമ്മള് ഉറങ്ങാണ്ടിരിക്കും. ഉണ്ണി ചിലപ്പോൾ രാവിലെ ഉറങ്ങുക, കുളിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടൊരു ഉറക്കം ഉണ്ടല്ലോ. ഉറക്കത്തിന്റെ സമയത്ത് നമുക്ക് ഉറങ്ങാൻ വെച്ചാൽ നമുക്ക് ഉറക്കം വരില്ലേ. അപ്പൊ രാത്രിയാണെങ്കിലും ഉണ്ണി ഉറങ്ങാണ്ടിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും ഉറക്കം വരും. ഞാനും എന്തെങ്ങനെ എണീറ്റിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ശരിക്കും പറഞ്ഞ പ്രാന്ത് പിടിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നല്ല പിന്നീട് അത് മെല്ലെ ശരിയായി വന്നു. പിന്നെ ഒക്കെ ഓക്കെ. കാരണം അച്ഛൻ അമ്മയായതിനു ശേഷം കുറെ മാറ്റങ്ങൾ, പുറത്തു പോയി ഫുഡ് കഴിക്കുന്ന കാര്യത്തിലായാലും ഫുഡ് കഴിക്കണ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടാ. ഇവര് ഫുഡ് കഴിക്കുമ്പോ ഞാൻ ഏറ്റവും ആദ്യം ഫുഡ് കഴിച്ച് എണീറ്റിട്ട് ശിവന് എടുക്കാൻ പറയും. അപ്പൊ ഇവള് പറയും വേണ്ട എടുക്കണ്ടെന്ന് പറയും. ഇവര് സമാധാനമായിട്ട് കഴിക്കണേ എനിക്ക് ഫുഡ്. ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊന്ന് വെച്ചാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഇരുത്തി അവൾക്ക് ഒറ്റയ്ക്ക് ഒരു പ്ലേറ്റ് കൊടുത്ത് ഫുഡ് കൊടുത്ത് അവൾ ഇരുന്ന് കഴിക്കും. പക്ഷെ ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് അനുഭവിക്കണ ഒരു ഇത് എളുപ്പമല്ല. എന്ന് വെച്ചാൽ നമുക്ക് കയ്യിലൊരു കുട്ടി ചിലപ്പോ വേറൊരാളുടെ അടുത്തേക്ക് പോകണമെന്നില്ല, ഇങ്ങനെ ആകെ വാശിയിലൊക്കെ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവുന്ന സിറ്റുവേഷൻ തന്നെ. ഇതിലും കൂടുതൽ അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ. ടീംസ് ഒക്കെ ആയി കഴിഞ്ഞാൽ എളുപ്പമൊന്നല്ല. എന്താണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. അതായത് എനിക്ക് വെച്ചാൽ ഫസ്റ്റ് ടൈം ആയ കാരണം കൊണ്ട് എന്റെ അഭിപ്രായം അല്ല, എന്റെ അനുഭവം ഞാൻ പറഞ്ഞതാ. ഞാൻ ചോദിക്കട്ടെ വിജിയോട്, ഇനി വിജിക്ക് ഏത് ബേബി വേണമെന്ന് ആഗ്രഹം? ആൺകുട്ടി ആവണമെന്നാണ്, പെൺകുട്ടി? എല്ലാരും പറയും ഏത് കുട്ടിയാലും കുഴപ്പമില്ലാന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു കുട്ടി വേണമെന്നുണ്ടാവൂലോ. പെൺകുട്ടി ആയി കഴിഞ്ഞ എന്റെ ആഗ്രഹം, ഞാനിപ്പോ സ്റ്റിച്ചിങ്ങിന്റെ ഇതിന്റെ ഒക്കെ ഫീൽഡിലായി കാരണം പെൺകുട്ടി ആയ വെറൈറ്റി കോട്ടന്റെ ഡ്രസ്സുകളൊക്കെ എനിക്കതിനെ ഹെയർ ബാൻഡ് ഓരോ ഡ്രസ്സ് കടയിൽ ചെല്ലുമ്പോ കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ എന്ത് ഭംഗി. പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ. ഒരു ട്രൗസറും ഒരു ടീഷർട്ടും. ഇപ്പൊ അടുത്ത മാസം ഒരു കല്യാണം വരുന്നുണ്ട്, ഏത് ഡ്രസ്സാ? ഒരു ട്രൗസർ ടീഷർട്ട് അത്ര ഉള്ളോ. പക്ഷെ ഞാൻ ശിവുവിന് ഇപ്പൊ എന്തെങ്കിലും പരിപാടി വരുന്നുണ്ട്, ബിന്ദു എന്റെ പറയണ ശിവുവിന് ഒരു പരിപാടി വരുന്നുണ്ട്, കല്യാണം വരുന്നുണ്ട്, എന്നിട്ട് എടുക്കുക പറഞ്ഞ ഞാൻ തുടങ്ങും ഇൻട്രസ്റ്റില് ഏത് മോഡൽ വേണം, എങ്ങനത്തെ കളറ് അങ്ങനെ. അപ്പൊ ശിവുവിന് മാക്സിമം ഒരുക്കി നടക്കാനും ഹെയർ ബാൻഡ്, എത്ര ഹെയർ ബാൻഡ് ഉണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ ഹെയർ ബാൻഡ് മേടിക്കും, ക്ലിപ്പുകൾ. ഇപ്പൊ ഇവിടെന്നും ചേച്ചിയും ചേട്ടനും തന്നെയാണ് എന്തോ സാധനങ്ങൾ കൊറേ മേടിച്ചോണ്ടിരും. ചേട്ടൻ ചേച്ചിക്ക് ഇതുപോലെ തന്നെയാ, ദൂരം മേടിച്ചാലും മതിയല്ലോ. ഇവള് തന്നെ പോണ കടകളിലും അവിടെ ഇവിടെ കമ്മി തന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. അച്ഛനാണെങ്കിൽ ശിവന് ഇഷ്ടമുള്ള പാപ്പുകൾ ഒരൊറ്റ റൗണ്ട് ഇവിടെ നടന്നു പോയി ഓരോ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരും. അതാണ്. അപ്പൊ ആ ഒരു കാര്യത്തില് പെൺകുട്ടി അതെന്ന് വെച്ചാൽ ആൺകുട്ടി ആകുമ്പോ അങ്ങനെ ഓപ്ഷനില്ല. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മുടെ ഫാമിലിക്ക് കുട്ടിയല്ലാണ്ട് അവരല്ലാണ്ട് ആമ്പിള്ളേരല്ലാണ്ട് വേറെ കുട്ടികൾ വന്നിട്ടില്ല. അതായത് ഇപ്പൊ പിന്നെ ആൺകുട്ടിന്ന് പിന്നെ ചിന്തിക്കുന്ന ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ചേച്ചിപ്പോ പെൺകുട്ടിയാണ്, പിന്നെ അടുത്തത് ശിവു ഒരു പെൺകുട്ടിയാ, ഞങ്ങൾക്ക് ഉള്ളത് ഒരു പെൺകുട്ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി അച്ഛനമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തത് ആൺകുട്ടിയാവോ. ഇന്നിപ്പോ പെൺകുട്ടി ഉണ്ടായെന്ന് വെച്ചിട്ട് അവർക്ക് വിഷമില്ല. കാരണം ഇപ്പൊ ശിവു ആൺകുട്ടിയാണെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് പെൺകുട്ടിയെ കിട്ടിയത്. ആൺകുട്ടി വേണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കണേ. അല്ല അത്രയും കുറുമ്പ ശിവുവിന്. പക്ഷെ പുറത്തു പോയി സാമർത്ഥ്യം ഇല്ല കേട്ടാ. പുറത്തു പോയിട്ട് ഇവിടെ ടീച്ചർ തന്നെ പറയും പുറത്തു പോയി മറ്റുള്ള കുട്ടിക്ക് ഒരു സാമർത്ഥ്യം ഇല്ല കേട്ടോ. പക്ഷെ വീട്ടിലെന്താ കാണിക്കില്ല കുറുമ്പ് എന്നറിയാം. പക്ഷെ അവളെ അതുപോലെയാണ് ഞങ്ങൾ നോക്കണത്. അതുകൊണ്ട് അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ഒരാള് അറിയാത്ത ഒരാളുടെ അടുത്തേക്ക് അവള് പോവില്ല. അത് ഞങ്ങൾക്കൊരു ഉറപ്പാണ്. ഒരാള് വന്നു കഴിഞ്ഞാൽ അവളെങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ സംസാരിക്കും, ഇതൊക്കെ അവളുടെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്തുള്ള പെരുമാറ്റം നല്ല ഡീസന്റ് ആയിട്ട് ആ ഒരു കാര്യത്തില് മോശമായിട്ട് പെരുമാറോ. വീട്ടില് തന്നെ സ്വഭാവം കാണിച്ചാലും പുറത്തൊരാളെ കണ്ടുകഴിഞ്ഞാൽ ഡീസന്റ് ആയിട്ട് നിന്നോളും. പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോവില്ല. മെയിൻ കാര്യം അതാണ്. എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യങ്ങൾ അതാ. ഇനിയിപ്പൊ അടുത്തൊരു ഉണ്ണി ഉണ്ടായി തന്നെ എങ്ങനെയാവുന്നു നമുക്കറിയില്ല കേട്ടാ. ചിലപ്പോ ഇതിലും കുരുത്തക്കെട്ട സാധനമായിരിക്കും വരിക. അപ്പൊ അറിയില്ല. ഇനിയിപ്പോ ഇതേ വരുന്നുണ്ട്. അപ്പൊ നോക്കാം.
രണ്ടാളും കൂടിയിട്ട് എനിക്കിങ്ങനെ ഇങ്ങനെ മുറ്റത്തോടി നടക്കണതും ഇതൊക്കെ മേടിച്ചെടുക്കണതൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇങ്ങനെ നോക്കി നോക്കി വെക്കണം എന്തൊക്കെ മേടിക്കണം എന്നുള്ളത്. ഒരുത്തി ഊഞ്ഞാല് ഊഞ്ഞാല് എന്ന് പറഞ്ഞിട്ടിരിക്കണം, മഞ്ഞ കളറുള്ള ഊഞ്ഞാല്. ഒരു ദിവസം ഞങ്ങള് എന്തോ മേടിച്ചോണ്ട് കടയുടെ മുമ്പിൽ നിർത്തി. അപ്പൊ ഒരു പച്ച ഊഞ്ഞാല് അവര് ഡിസ്പ്ലേക്ക് വെറുതെ പുറത്തിട്ടേക്കാണ്. വെറുതെ പുറത്തേക്ക് ഇട്ടേക്ക്. കടയുടെ ഫ്രണ്ടിൽ ഇടുമ്പോ ഓട്ടോമാറ്റിക്കലി വണ്ടി പോകുമ്പോ ആകെ പൊടി ഉണ്ടാവില്ലേ, ആകെ പൊടി പിടിച്ചിട്ടൊരു വൃത്തിയില്ലാത്തൊരു ഊഞ്ഞാല്. കാരണം കടക്കാരെ കുറ്റം പറയണ്ടല്ലോ, കാരണം വണ്ടി പോകുമ്പോ ഫുള്ള് പൊടിയിട്ട് അങ്ങനെയായിട്ട് കിടക്കണത്. അവര് വെറുതെ ഡിസ്പ്ലേക്ക് ഇട്ടെടുക്കണതാ. അവർക്കത് തന്നെ വേണം, കുഞ്ഞുവാവയ്ക്ക് വേണ്ടിട്ടാന്ന് പറഞ്ഞു തന്നെ വേണം. ഭയങ്കര വാശിയാണ്. അച്ഛാ എനിക്കതിപ്പോ വാങ്ങിട്ടായോ കുഞ്ഞുവാവയ്ക്ക് പറഞ്ഞിട്ട് പറഞ്ഞു സമയം. ഞാനിപ്പോ എന്താ പറയാ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുവാവയ്ക്ക് വിഷമാവും. കുഞ്ഞുവാവ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ വേഗം അനുസരിക്കാനൊക്കെ നോക്കും. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. തീരുന്നില്ല, എന്താ ചെയ്യാതെ. വളരെ ചെറുപ്പത്തില് ബിന്ദു പ്രഗ്നന്റ് ആയിട്ടുണ്ട്. 21 വയസ്സിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, അങ്ങനെ എന്താ പറയാ, ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ എന്റെ പണ്ടത്തെ ഒരു എൻജോയ്മെന്റ് പോയി. ആ സമയത്തൊക്കെ ഒരു ടിക്ടോക്കും കാര്യങ്ങളൊക്കെ എടുത്തിരുന്ന സമയം. അപ്പൊ ഒരു എൻജോയ്മെന്റ് പോയി, ഒരു റെസ്റ്റ് ഒക്കെ ഇല്ല പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനൊക്കെ തോന്നിയാ ഇത്ര നേരത്തെ വേണ്ടായിരുന്നു തോന്നിയിട്ടില്ല. മെയിൻ കാര്യം ഞങ്ങക്ക് വേണമെന്ന് ആഗ്രഹം. ഞങ്ങള് അച്ഛനും അമ്മയും ഞങ്ങളിങ്ങനെ പറയൊരു ഉണ്ണി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങൾ അവരുടെ അടുത്ത് പറയും ഭയങ്കര ഉണ്ണി. ഇവര് എപ്പോഴും പറയും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ എപ്പോട്ടെ ഞങ്ങള്. പക്ഷെ ഞങ്ങക്ക് അങ്ങനെ വലിയ എൻജോയ്മെന്റ് അങ്ങനത്തെ പ്രശ്നം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തിന്റെ ആയിരിക്കാം. പിന്നെ കുട്ടിന്റെ ജോലി, കാരണം അവനൊരു റെസ്റ്റ് ഇല്ലാത്തൊരു ജോലിയായിരുന്നു. 7 മണി വരെ ജോലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൻ 9 മണിക്ക് അവിടെ നിന്ന് വിടുമ്പോ. അപ്പൊ അത് കാരണം കൊണ്ട് ചിലപ്പോ രാത്രി ഒരു തട്ടുകടയിലേക്കൊക്കെ ആവുമ്പോ ചിലപ്പോ പോവാൻ പറ്റുന്ന ഒരു സമയം. ചിലപ്പോ ഞായറാഴ്ചകൾ കിട്ടിയ ചേച്ചിയുടെ അവിടേക്ക് ചേച്ചിയും ചേട്ടനും ഞങ്ങളും കൂടി വിജി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ നടുക്കില്. ചേച്ചി നടുക്കിലാവും ഇരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങക്ക് കടല് കാണാൻ പോകുമ്പോഴൊക്കെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് പിന്നെ ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് വീട്ടിൽ നിർത്തിക്കും. കുട്ടൂന്റെ വീട്ടിൽ ഞങ്ങള് നിർത്തിക്കും. എപ്പോഴെപ്പോഴും വിളിക്കും. അങ്ങനെ ഇത് ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അതെ ഇപ്പോഴൊന്നും കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ പ്രഗ്നന്റ് ആവണ്ട, അല്ലെങ്കിൽ ഈ നേരത്തെ പ്രഗ്നന്റ് ആവണ്ട. പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിലെ ഫ്രീഡം മൊത്തം പോകും. അല്ലെങ്കിൽ കല്യാണം നേരത്തെ കഴിഞ്ഞ് എനിക്ക് ലാസ്റ്റ് തന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത്ര നേരത്തെ കല്യാണം കഴിച്ച് കുട്ടിയായത് എന്തിനാ, 22 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് 24 ഇത്ര നേരത്തെ പ്രഗ്നന്റ് ആയത്. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ഫ്രീഡം മൊത്തം പോകുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിലും ബിന്ദുവിന്റെ കാര്യത്തിലും കല്യാണം കഴിഞ്ഞിട്ട് ഫ്രീഡം പോവല്ലേ. രാത്രി സിനിമയ്ക്ക് പോയി തുടങ്ങിയത് എന്റെ ഓർമ്മയിൽ ഞാൻ രാത്രി സിനിമയ്ക്ക് പോവാറില്ല. അപ്പൊ പോയി തുടങ്ങിയത് ആഫ്റ്റർ മാരേജ് ആണ്. നൈറ്റ് റൈഡ് ഞങ്ങള് 2 മണി 3 മണി സമയത്ത് ചിലപ്പോ വീട്ടില് കയറാം. ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും. ഇപ്പൊ ഒരു ചായ കുടിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് 10-30 കിലോമീറ്റർ പോവും. സിനിമയ്ക്ക് 10-35 കിലോമീറ്റർ പോവും. അങ്ങനെയാണ് 1 മണിക്കൂർ യാത്രയൊക്കെ ചെയ്തിട്ടാണ് ഒരു സിനിമയ്ക്ക് പോവുക. അപ്പൊ അത്രയും ദൂരം ഇങ്ങനെ കറങ്ങി നടക്കാൻ, ചായക്ക് കുടിക്കാൻ, ഫുഡ് കഴിക്കാൻ കൂടെ അമ്മേനെയും അല്ലെങ്കിൽ അച്ഛനെയൊക്കെ കൂട്ടും. അപ്പൊ അതൊക്കെ എന്റെ അച്ഛനും അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, അവരുടെ ഫാമിലിയിൽ നിന്ന് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ രണ്ടാളുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് അവർക്കൊരു ഹാപ്പി. അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും അവര് കൂടെ ഉണ്ട്. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ വരാത്തൊരു ബുദ്ധിമുട്ട് മാത്രമല്ല, വീട്ടിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, ആ പണിയുണ്ട്, ഈ പണിയുണ്ട് എന്ന് അമ്മയ്ക്ക് അച്ഛനും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വിട്ട് പോകാൻ ഇഷ്ടമില്ല. ഈ ദൈവങ്ങളും പട്ടിക്കുട്ടിന്റെ ദേവും ചുറ്റിപ്പറ്റി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെ നിന്നിട്ട് ആ ഒരു ഇതാണ് അവർക്ക്. അതിപ്പോ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കണ പോലെ ആവില്ല അവർക്ക് ഇപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോ. പക്ഷെ അവർക്ക് ഇപ്പൊ അവിടെ വന്ന് പുതിയ വീട്ടിൽ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. അവര് അച്ഛന്റെ ഫാമിലിന്നായാലും അമ്മയുടെ ഫാമിലിന്നായാലും അവർക്കൊരു സന്തോഷം കിട്ടിയിട്ടില്ല. അപ്പൊ അവര് ഇപ്പൊ ഒരു ഹാപ്പിയാണ് ഞങ്ങള് കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പൊ ഇപ്പൊ അവര് ഒട്ടും പ്രതീക്ഷിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമക്കള് എന്താ പറയാ പാരന്റ്സിനെ വല്ലാണ്ട് നോക്കൊന്നും വേണ്ട, ചെയ്യണ്ട അങ്ങനെ ഒരു ഇതാ. പക്ഷെ പുറത്തു കഴിഞ്ഞാൽ ഇത് അമ്മയ്ക്ക് എടുക്കാല്ലേ അടുത്തോ, ഈ ഒരു ഇതാണ് ഇവരുടെ ഒരു റിയാക്ഷൻ. എടുക്കാനല്ലാണ്ട് അയ്യേ ഇതൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, എന്റെ പൈസ കളയാൻ പറ്റില്ല. ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ടായാലും സ്റ്റിൽ ഇപ്പോഴും അച്ഛനമ്മയ്ക്കൊരു കാര്യമുണ്ട് അപ്പൊ എത്തോടെ. അത് നല്ല സന്തോഷാണെങ്കിലും വിഷമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും. പിന്നെ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വിളിക്കണേ? ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ വെച്ചാൽ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വിളിക്കും. എന്ന് വെച്ചാൽ ഈ ചോദിച്ച കാര്യം വീണ്ടും ചോദിക്കാൻ
അത് അവർക്കൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഉണ്ണിയും കൂടി ആയതിനു ശേഷം ചേച്ചിക്ക് ഒരു ഉണ്ണി ശിവ ഉണ്ടായതിനു ശേഷം വിളിയുടെയും വീഡിയോ കോളിന്റെ എണ്ണം കൂടി. ചിലപ്പോ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ നേരം വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാ മൂപ്പരാള് ഭയങ്കര ബിസിയാ, ശിവ ഭയങ്കര ബിസിയാ, പിന്നെ ഓടിക്കൊണ്ട് നടക്കും. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഫ്രീഡം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത്. കുറെ പേർക്ക് കല്യാണം കഴിക്കാൻ ഭയങ്കര മടിയാ, പേടിയാ, പ്രഗ്നന്റ് ആവാൻ ഭയങ്കര മടി. പറഞ്ഞിട്ട് കാര്യമില്ല. കൊറേ സ്ഥലങ്ങളിൽ ഫ്രീഡം പോയിട്ട് പഠിക്കാൻ പറ്റാണ്ടും ലോക്കായി പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ആവില്ല. പക്ഷെ ഞങ്ങക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് നീ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും പക്ഷെ ഒന്ന് പെൺകുട്ടികളാണ്, പുറത്തേക്ക് ഒരു പേടി, വിടാ ഒരു പേടി. കാരണം ഒരു വാർത്തകളൊക്കെ കാണും. ഞാൻ തൃശ്ശൂർക്ക് പോയി തുടങ്ങിയത് എപ്പോഴാന്ന് പറയും, ബിന്ദു TTCക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ തൃശ്ശൂർ കണ്ടു തുടങ്ങിയത്. അപ്പൊ അമ്മ കുറച്ച് പൈസ ബിന്ദുവിന് കൊടുക്കും. അപ്പൊ മാക്സിമം ബിന്ദു തന്നെ തൃശ്ശൂർ ടൗൺ അവിടെ ഇവിടെ മൊത്തം പാർക്കിലൊക്കെ പോയിരിക്കും ഞങ്ങള്. എനിക്കത് ഭയങ്കര സന്തോഷം. തൃശ്ശൂർ ടൗണിലേക്ക് പോകാന്ന് പറഞ്ഞ വലിയ കാര്യം. അപ്പൊ ഞങ്ങളന്ന് ബസ്സിൽ കയറി പോകും രണ്ടാളും കൂടിയിട്ട്. ഞങ്ങള് രണ്ടാളൊറ്റേക്ക് ഇറങ്ങാൻ പോകും, ഏതെങ്കിലും ഹോട്ടലിൽ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കും. അന്ന് ഇവള് വലിയ ആളുടെ പോലെ എന്നെ കൊണ്ടുപോയിട്ട് അത് മേടിച്ചേരി ഇത് മേടിച്ചേരി അങ്ങോട്ട്. പിന്നെ അന്ന് മറ്റേ ഫുട്പാത്ത് ഉണ്ടായിരുന്നു അവിടെ തൃശ്ശൂർ, അതിൽ കൂടെ വെറുതെ നടന്നത് തന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫുട്പാത്തിൽ കൂടെ വെറുതെ നടക്കൊന്ന് മേടിച്ച് വെറുതെ നടക്കുന്നതിൽ കാണാം അങ്ങനെ. അപ്പൊ കൊറേ പേര് ഇങ്ങനെ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ അതോടുകൂടി സ്റ്റോപ്പായി എൻജോയ്മെന്റ്. പക്ഷെ ഇവളുടെ ലൈഫിൽ അങ്ങനെയല്ല, എന്റെ ലൈഫിലും അങ്ങനെയല്ല, ഇതുവരെ അങ്ങനെയല്ല. ഉണ്ണിയായിട്ടും അവളുടെ ലൈഫിൽ എൻജോയ്മെന്റ് കൂടിയിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ, അതിന് മുമ്പ് നല്ല ലോക്കായിരുന്നു. അമ്മയ്ക്ക് അച്ഛനും പേടിയാണ് ഞങ്ങളെ പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇവിടെ. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ വീട്ടിലേ ഇരിക്കാറില്ല എന്ന് പറഞ്ഞ പോലെയാ. നേരം ഇരിക്കില്ല, ഇങ്ങോട്ടെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും. കൊറേ പേർക്ക് അറിയാം അങ്ങനെ കൊണ്ടുപോകാത്തതും. അങ്ങനെ അതെന്റെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ടൈം. ഫ്രീഡം പോയിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. ഇനി എനിക്കൊരു ക്വസ്റ്റ്യൻ, നിനക്കൊരു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് നോർമൽ ആവുന്നാണോ സി സെക്ഷൻ ആവുന്നാണോ പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ട് ആ കാര്യത്തില്. എനിക്ക് വണ്ണം, എന്റെ ഏറ്റവും ടെൻഷൻ വണ്ണം കുറവായതാണ്. അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, വണ്ണം നോർമലായ മതി എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. അതെല്ലാവർക്കും അങ്ങനെയാണ് ആഗ്രഹം. പക്ഷെ ഞാൻ തടി കുറവായ കാരണം എനിക്ക് ഏറ്റവും ടെൻഷൻ. കുറെ പേര് എന്റെ അടുത്ത് പക്ഷെ ഇപ്പോഴത്തെ പോലെ ആവില്ല. ഞാൻ ഈ ടൈമില് വണ്ണം കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ഒരു 5-6 മാസത്തിൽ ഇപ്പോ ഞാൻ നന്നായിട്ട് തടി വെക്കാൻ തുടങ്ങി. പിന്നെ നിനക്ക് ആ സമയത്ത് ഈ സമയത്ത് ഇപ്പൊ എന്തൊരു കഴിക്കാൻ 4 മാസം ഉണ്ടോ വിജിക്ക്? എനിക്കിപ്പോ ചോറ്, വെജിറ്റേറിയൻ, നേന്ത്രപ്പഴം. എനിക്ക് ഈ സമയത്ത് മഞ്ച് എന്ന് വെച്ചാൽ കുട്ടി വന്നിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ ഒരു ബാഗ് ഉണ്ടാവും, ഇടണ 2 സൈഡ് ബാഗ് ഉണ്ട്. അതിലൊരു കവർ, ഒരു ഷുഗർ ഒന്നും വന്നില്ലല്ലോ മോളെ. സാധാരണ എല്ലാരും പറയും മധുരം കഴിക്കുക. ഇവള് കഴിച്ചത്ര ഞാൻ ഇപ്പഴാലോചിക്കണ. സിപ്പപ്പ്, ഐസ്ക്രീം, ഇതൊക്കെ കുറെ കഴിച്ചിട്ടുണ്ട് ഞാൻ. കുറെ പേര് അയ്യോ തണുത്തത് കഴിക്കില്ല, അങ്ങനെ എന്നോട് നാരങ്ങ വെള്ളം കുടിക്കല്ലേ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കുറെ വീഡിയോസ് അങ്ങനത്തെ വരുന്നത്. ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ ക്യാൻസർ ആണ്. സോഷ്യൽ മീഡിയ ഡോക്ടേഴ്സ് ഇപ്പൊ കുറെ അറിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ലവരും ഉണ്ട്, പക്ഷെ വെറുതെ ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണ്ടേ. ഇപ്പൊ ഈ പണ്ടുള്ളവരുണ്ടല്ലോ, ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം കിട്ടാ. പണ്ടുള്ളവർക്ക് അധ്വാനം കൂടുതലാ, ഇപ്പോഴുള്ളവർക്ക് അധ്വാനം കുറവാ. അതുണ്ട്, ജോലികളുടെ ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊരു കാര്യമാണ്. അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കൊക്കെ വേണം. അപ്പൊ എനിക്ക് ടെൻഷൻ ഉണ്ട്. ഉള്ളത് പറയാലോ, ഞാൻ തടി കുറവായ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇപ്പത്തെ കറന്റ് വെയിറ്റ് ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കും, ഇപ്പൊ 36 വെയിറ്റ്. അത് കുറവാണ്, കുറവാണ്. പക്ഷെ ഞാൻ മാക്സിമം കൂട്ടാൻ നോക്കുന്നുണ്ട്. എന്റെ അടുത്ത് ഡയറ്റീഷ്യൻ പറഞ്ഞു 2 മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കുക. അപ്പൊ മെയിൻ ആയിട്ട് നേന്ത്രപ്പഴമാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ട്. ചോറ്, പിന്നെ എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ്, വെജാണ് കൂടുതൽ ഇഷ്ടം. അതായത് ചോറ്, കറികള്. അപ്പൊ അത് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നിട്ട് ദോശ, ഇഡ്ഡലി, അതൊക്കെ നല്ല ഇഷ്ടം. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് വല്ല വരുമെന്ന് വിചാരിക്കണു. അപ്പോൾ തടി കുറവ് ഇതൊക്കെ ആയ കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും റിസ്ക് വരുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ നോർമലാവണമെന്നാണ് ആഗ്രഹം, പക്ഷെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ ഡെലിവറിയുടെ സമയത്ത് എന്താ പറയാ, എന്റെ അടുത്ത് ഇങ്ങനെ ബിന്ദു പറഞ്ഞിട്ടുണ്ട്, നല്ല പെയിൻ വന്ന സമയത്ത് ഒരു നേഴ്സ് വന്ന് കൈ പിടിച്ചപ്പോ നല്ലൊരു എന്താ പറയാ ഭയങ്കര ഒരു സമാധാനം കിട്ടിയതാണ് പറഞ്ഞു ഓർമ്മ. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനെപ്പോഴും ഇവരോട് ചോദിക്കും, കുട്ടി വിളിച്ചാ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ ഫോൺ എടുക്കാനും ഇതിനൊന്നും പറ്റില്ല. ചിലപ്പോ ഏറ്റവും മുകളിലൊക്കെ പോയിട്ടൊന്ന് ഫോൺ വിളിച്ചിട്ടാവും സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചിട്ടാവും ഫോൺ കട്ട് ചെയ്യപ്പോ തന്നെ പോകും. വിളിച്ചു പറയും സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഫോൺ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു.
അപ്പൊ ഞാൻ ഇതന്നെയായിരുന്നു ആഗ്രഹം. ദൈവമേ, അവനാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ഇതെന്തായാലും പെൺകുട്ടിയാവൂട്ടാന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഈ കുട്ടീനെ ഇവിടെ അങ്ങനെ കൊണ്ടുവന്നിട്ട് പെൺകുട്ടിയാട്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് അപ്പൊ ഉണ്ടായിരുന്ന അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബേസെല്ലാം കൊണ്ട് കിടത്തില്ലേ, ജനിച്ചുടനെ ഇങ്ങനെ ഇങ്ങനെ വെക്കും, പെൺകുട്ടിയാട്ടാന്ന് പറയും. അവിടെ വേറെ ഡോക്ടേഴ്സ് ഉണ്ടാവും പുള്ളി. അപ്പൊ എനിക്ക് കുറച്ച് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ അതിന് ഡെലിവറിക്ക് കയറിയ ടൈമിൽ അവിടുത്തെ സിസ്റ്റർമാരുണ്ടല്ലോ നല്ല സ്നേഹമായിരുന്നു കേട്ടോ. സാധാരണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എല്ലാരും ചിലവര് അതാ ഞാൻ പറഞ്ഞ എല്ലാരും അല്ല ചിലവര് ഒരു അസിസ്റ്റന്റിനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചു എന്നെ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അതെനിക്ക് ഒരിക്കലും മറക്കില്ല. പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ പോസിറ്റീവ്സും നെഗറ്റീവ്സും മരിച്ചാലും മറക്കില്ല. പോസിറ്റീവ് നെഗറ്റീവായിട്ട് കുറെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ വന്നിരിക്കുന്ന ആളോട് ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അവര് നേഴ്സുമാര് അവിടെ ചീത്ത പറയും. എനിക്ക് പേടിയാ. നേഴ്സുമാരുടെ റൂമുണ്ട്, അപ്പൊ വാർഡിന്റെ തൊട്ടപ്പുറത്തെ നേഴ്സുമാരുടെ റൂം. ആ ഭാഗത്തേക്ക് പോയി പേടിയാ. നമ്മുടെ അടുത്ത് ഇങ്ങനെ അത് മേടിച്ചിട്ട് അങ്ങനെ പറയും. അപ്പൊ നമുക്ക് വീണ്ടും ചോദിക്കാനായിട്ട് പേടിയാ. പിന്നെ ചൂടാവും നമ്മുടെ അടുത്ത്. ചിലവരങ്ങനെയാ. കുട്ടിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മുടെ അടുത്ത് ചൂടാവും. കുട്ടിക്ക് അറിയണേ നമ്മുടെ അടുത്ത് ചൂടായിട്ട് എന്താ കാര്യം? പിന്നെ എനിക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടിക്ക് പാല് കൊടുക്കുക ഇങ്ങനെയായിരുന്നു. എനിക്ക് പുറത്തേക്ക് വരാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് നേഴ്സുമാരിനെ പേടി. നേഴ്സുമാർ ഇങ്ങനെ ചൂടാവോ ചീത്ത പറയോ എന്നൊക്കെ എനിക്ക് അങ്ങനൊക്കെ പേടി. കഴിഞ്ഞങ്ങോട്ട് വീട്ടിലൊന്ന് എത്തി കിട്ടാൻ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട്. ചിലപ്പോ ചൂടുവെള്ളം ചൂടുവെള്ളത്തിന് അവിടെ ഞാൻ അവിടെ ഉള്ള സമയത്ത് ചൂടുവെള്ളത്തിന് അവിടെ ഒരു 7 മണി 7:30 ആകുമ്പോ വരി നിക്കണം. കുറച്ച് ചൂടുവെള്ളം കിട്ടും. ബക്കറ്റ് പിടിച്ച് നമ്മളവിടെ 7 മണി 7:30 സമയമുണ്ട്. ആ സമയത്ത് ചൂടുവെള്ളം അന്നത്തെ സാഹചര്യം അതായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾ പക്ഷെ എനിക്ക് ഇപ്പോഴും രമേശ് ഡോക്ടർ പാലക്കാടായിരുന്നു. ആളെത്തിയെന്ന് പറഞ്ഞപ്പോ ഇനി ഉണ്ണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം എന്നാണ് ആഗ്രഹം. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ പക്ക നല്ല അടിപൊളി ഡോക്ടർ, നല്ല സ്നേഹം. അതാ സ്നേഹം ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. ഇരുന്നിട്ട് കാല് തിരിച്ചു. മാക്സിമം പേഷ്യൻസിന്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ കുറച്ചുകൂടി സംഭവം അവർക്ക് ഭയങ്കര വർക്ക് പ്രഷർ കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് ചൂടാവുണ്ടാവുക കേട്ടാ. പക്ഷെ എന്നാലും നമ്മള് വയ്യാണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നമ്മളുടെ അടുത്ത് ചൂടായി പറയുമ്പോഴത്തെ അവസ്ഥ ആലോചിക്കേ. അപ്പൊ അതാണ് നമുക്ക് പേടി. പല ഹോസ്പിറ്റലിൽ നമ്മള് സ്കിപ്പ് ചെയ്യണത്. അപ്പൊ ഇപ്പൊ സൈമറിലാണെങ്കിൽ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആണെങ്കിൽ അവർ വിളിക്കും, വിജയ ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല കേട്ടാ, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിളിക്കും. ആ ഒരു സർവീസ് ആണ് നമുക്ക് വേണ്ടത്. ശിവുന്റെ ഡോക്ടർ അടിപൊളിയാട്ടോ. അത് രമേശ് ഡോക്ടർ അല്ല, ശ്രീജിത്ത് ഡോക്ടർ. എപ്പോഴും പാതിരാത്രിക്ക് അതിന് ഡോക്ടർ വിളിച്ച് കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് സൈമറിൽ. ഡോക്ടറെ വിളിച്ചാൽ ഡോക്ടർ എല്ലാ ഡീറ്റെയിലും പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ സംസാരിക്കും. ഇത്രയുള്ളൂട്ടോ ഗൈസ് വീഡിയോ. ഇപ്പൊ ഇവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചാനലിലൂടെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഫുള്ളിരുന്ന് കണ്ടോളാം, എന്നാലും ഞങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അതെ അറിയില്ല, എന്നാലും കണ്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.